അതെ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഈ ഫോണിൻ്റെ ലോക്ക് മറന്നുപോയ എന്ത് ചെയ്യും? പാറ്റേൺ ലോക്കോ നമ്പർ ലോക്കോ ആണെങ്കിൽ അത് മറന്നുപോയാൽ എന്ത് ചെയ്യും? നമസ്കാരം പ്രിയപ്പെട്ടവരെ, വെൽക്കം ടു സുരേഷം ചാനൽ. അങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ പാറ്റേൺ ലോക്ക് അല്ലെങ്കിൽ നമ്പർ ലോക്ക് മറക്കല്ലേ. പ്ലീസ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. കാരണം അത് മറന്നാൽ ആകെ പ്രശ്നമാണ്. നിങ്ങളുടെ ഫോണിൻ്റെ ലോക്ക് മറന്നുപോയിട്ട് നിങ്ങൾ തെറ്റായ കോഡ് അടിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണുക. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? താഴത്ത് കാണുന്ന ആ ഫോർഗോട്ട് എന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യും. അപ്പോഴോ ഇങ്ങനെ വരും. ലോക്ക് മാറ്റാം, പക്ഷേ ആ ഫോണിലുള്ള എല്ലാം ഡിലീറ്റായി പോകുന്ന. അപ്പം എന്ത് ചെയ്യും? അങ്ങനെ ഡിലീറ്റായാൽ തിരിച്ചു കിട്ടുമോ? തിരിച്ച് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഒന്ന് ശ്രമിക്കാമെന്ന് മാത്രം. അതുകൊണ്ടാണ് പറഞ്ഞത് ആ നമ്പർ ലോക്ക് അല്ലെങ്കിൽ പാറ്റേൺ മറക്കരുത് എന്ന്. ഇനി ഇതെങ്ങനെ തിരിച്ചെടുക്കാമെന്ന് പറയാം. അതിനു മുന്നേ ഭാവിയിൽ നിങ്ങൾ മറന്നുപോയാലോ? ഡാറ്റയൊക്കെ പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട മെയിൻ ഡാറ്റകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് കോണ്ടാക്റ്റുകൾ എല്ലാം സേവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജിമെയിലിൽ സേവ് ചെയ്യാം. അത് നിങ്ങൾ കോണ്ടാക്റ്റ് സേവ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഫോണിലോ സിമ്മിലോ ജിമെയിലോ എന്ന് ചോദിക്കും. അതല്ലെങ്കിൽ നിലവിലുള്ള കോണ്ടാക്ട്സ് ഒക്കെ കോണ്ടാക്ട്സിൻ്റെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് വഴി നിങ്ങളുടെ ജിമെയിലിലേക്ക് കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്താ? നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് വീഡിയോസ് അതെല്ലാം ഗൂഗിൾ ഫോട്ടോസിൽ ഷെയർ ചെയ്യുക. ആൻഡ്രോയിഡ് ഫോണിലെല്ലാം ഗൂഗിൾ ഫോട്ടോസ് ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഷെയർ എന്നുള്ളത് കൊടുക്കില്ലേ, പലതിലേക്ക് വയ്ക്കാൻ. അതുപോലെ ഷെയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ളത് കാണും, അതിലേക്ക് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന നിങ്ങളുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ബാക്കപ്പ് എന്നുള്ളത് കാണും, അത് ഓൺ ചെയ്ത് വെച്ചാലും മതി. മൂന്നാമത്തെ കാര്യം എന്താ? വാട്സപ്പിലുള്ള ചാറ്റുകൾ. വാട്സപ്പ് ബാക്കപ്പ് കൊടുക്കുക. വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ചാറ്റ്സ് എന്നുള്ളതിൽ താഴെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചാറ്റ് ബാക്കപ്പ് എന്നുള്ളത് കാണും. അതിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ട് ചാറ്റ് ബാക്കപ്പും കൊടുത്തു വയ്ക്കുക. ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വേറൊരു ഫോണിൻ്റെ ലോക്കാണ് മറന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ക്രോം എടുക്കുക. അതിൽ ഡോക്ടർ ഫോൺ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ വരും? ഒരു സൈറ്റ് ഡോക്ടർ ഫോൺ എന്ന് പറഞ്ഞിട്ട് അതിൽ കണ്ടോ സ്ക്രീൻ അൺലോക്ക് എന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറച്ച് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യുന്നുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോയും വാച്ച് ദ വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കമ്പ്യൂട്ടറിലൂടെയാണ് ഇത് ചെയ്യാൻ പറ്റുക. ആ വീഡിയോ കണ്ട ശേഷം അതുപോലെ കമ്പ്യൂട്ടറിൽ ചെയ്ത് നോക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ ഡാറ്റ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അതിന് നിങ്ങളുടെ കൈവശം കമ്പ്യൂട്ടറില്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ആരുടെയെങ്കിലും സഹായം തേടുക. ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക. ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ, എനിക്ക് അങ്ങനെ പാസ്വേഡ് മറന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടപ്പോൾ അത് വീഡിയോ ആയിട്ട് ചെയ്തതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, നിങ്ങൾക്ക് ഈ വിഷയം പ്രയോജനകരമായി എന്ന് കരുതട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.